76-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ രാവിലെ 9:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ ഒഫീഷ്യൽ ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നു. 10:30 രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യ പഥിലെത്തുന്നതോടെ പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമാകും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാൻഡോ ആണ് ഇത്തവണത്തെ മുഖ്യാതിഥി. ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഹാപ്പി റിപ്പബ്ലിക് ഡേ, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് യുദ്ധസ്മാരകത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ? എങ്ങനെയാണ് രാജ്യ തലസ്ഥാനത്തിന്റെ ആഘോഷ കാഴ്ചകൾ? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി. റിപ്പബ്ലിക് ദിന ആശംസകൾ. രാജ്യം 76-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഒപ്പം തന്നെ ഇത്തവണ ഭരണഘടനയുടെ 75-ാം വാർഷികം കൂടിയാണ്. ഇതിൻ്റെ എല്ലാം തന്നെ ആവേശം അത് അണപൊട്ടാതെ ഡൽഹിയിലെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് കാണാനാകും. എനിക്ക് പിന്നിൽ കാണാം, പുഷ്പങ്ങളാൽ തന്നെ റിപ്പബ്ലിക് ദിന ആശംസകൾ ജനങ്ങൾക്ക് നേർന്നുകൊണ്ടുള്ള ഫലകമാണ്. ഇത്തരത്തിലുള്ള നിരവധി ഫലകങ്ങൾ ഡൽഹിയുടെ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിലെ കെട്ടിടങ്ങളും എല്ലാം തന്നെ ത്രിവർണങ്ങളാൽ അലങ്കരിച്ച് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ ഇതിൻ്റെ എല്ലാം ആവേശ കൊടുമുടിയിലേക്ക് എത്തുന്ന നിമിഷങ്ങളാണ് റിപ്പബ്ലിക് ദിനം എന്നുള്ളത്. രാജ്യത്തിൻ്റെ സാംസ്കാരിക തനിമയും ഒപ്പം തന്നെ സാങ്കേതിക മേഖലകളിൽ, സൈനിക മേഖലയിൽ അടക്കമുള്ള ശക്തിയും വിളിച്ചോതുന്ന ഒരു അവസരമാണ് റിപ്പബ്ലിക് ദിന പരേഡ്. ഇത്തവണ സുവർണ ഇന്ത്യ, പൈതൃകവും വികസനവും എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത്. ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള 16 സംസ്ഥാനങ്ങളിൽ നിന്നായി 31 ടാബ്ലോകൾ, അത് കേന്ദ്ര സർക്കാർ വകുപ്പുകളുടേതടക്കമുള്ള ടാബ്ലോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡും ഏറെ ശ്രദ്ധേയമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് നിരവധി പേർ റിപ്പബ്ലിക് ദിന പരേഡ് കാണുന്നതിനായി ഡൽഹിക്ക് പുറത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ പരേഡ് കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണി മുതലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന കർത്തവ്യ പത്തിലേക്ക് പ്രവേശനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനായി ആളുകൾ എത്തിയിരിക്കുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിനോട് അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. 70 കമ്പനി പാരാമിലിറ്ററിക്കൊപ്പം തന്നെ 15,000-ഓളം ഡൽഹി പോലീസിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. കടുത്ത ട്രാഫിക് നിയന്ത്രണങ്ങളുണ്ട്. തന്ത്രപ്രധാനമായ മേഖലകളിൽ എല്ലാം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇത്തവണ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥിയായി എത്തുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാൻഡോ ആണ്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു കണ്ടിജന്റും ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. 130 പേരടങ്ങുന്ന കണ്ടിജന്റിലായിരിക്കും അദ്ദേഹം നയിക്കുക. കൂടാതെ 190 പേരടങ്ങുന്ന ഇന്തോനേഷ്യയിൽ നിന്നുള്ള ബാൻഡ് സംഘവും ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ഭാഗമാകുന്നുണ്ട്. ഇന്ത്യൻ നാവിക വ്യോമസേനകളുടെ കണ്ടിജന്റുകൾ, NCC, NSS യൂണിറ്റുകളുടെ കണ്ടിജന്റുകൾ അടക്കമുള്ള വിവിധ കണ്ടിജന്റുകൾ, കൂടാതെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ശേഷി വിളിച്ചോതുന്ന, ഇന്ത്യയിൽ തന്നെ DRDO സാങ്കേതികമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ അടക്കമുള്ള പ്രദർശനം ഈ റിപ്പബ്ലിക് ദിന പരേഡുമായോട് അനുബന്ധിച്ച് ഉണ്ടാകും. ഇത്തരത്തിലുള്ള വലിയ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനി മണിക്കൂറുകൾക്കകം തന്നെ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കും. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് റിപ്പബ്ലിക് ദിന ദിവസത്തിന്റെ എന്തൊക്കെയാണ് പരിപാടികൾ എന്ന കാര്യം പറഞ്ഞത്. വലിയ മൂടൽമഞ്ഞൊന്നുമില്ല, കൊടിയ തണുപ്പിൽ നിന്ന് നൈസായിട്ടൊന്ന് മാറി ഇപ്പോൾ നല്ല മനോഹരമായ രസമുള്ള വസന്ത കാലാവസ്ഥയിലേക്ക് ഡൽഹി കിടക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് റിപ്പബ്ലിക് ദിനം ആഘോഷം വരുന്നത്. അപ്പോൾ ഏറ്റവും ഗംഭീരമായി പ്രൗഢമായി നടക്കട്ടെ അവിടെ ഇന്നത്തെ ചടങ്ങുകൾ, ആഘോഷങ്ങൾ.